എന്നിട്ട് പറയണ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുകയല്ലേ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചമ്പാച്ചൻ്റെ പാപ്പ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ചമ്പാച്ചൻ്റെ പാപ്പ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിവിടെ തൃശ്ശൂർക്കാർ നമ്മുടെ മേത്ത് എന്തെങ്കിലുമൊക്കെ കുരു, ചോറി, ചിരങ്ങ് എന്നൊക്കെ പറഞ്ഞ ഓരോ രോഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു വയറുവേദനയ്ക്കും അങ്ങനെ ഓരോ രോഗങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുണ്യാളന്മാർക്ക് ഇങ്ങനെ എരയും കുരു ഉണ്ടാക്കാമെന്ന് പറയും. ആ ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ കളറിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് എൻ്റെ ചാറ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ചമ്പാച്ചൻ്റെ പാപ്പ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. മിക്കവരും ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അല്ലേ. നിങ്ങൾ മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വേഗം തന്നെ കിടക്കാം അല്ലേ. ഇതിന് നമുക്ക് കളറിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബീട്രൂട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു, അത് കാരണമാണ് ബീട്രൂട്ട് എടുത്തത്. അപ്പോൾ അതൊരു ബീട്രൂട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് നല്ലോണം ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ടിട്ട് അരിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അരിച്ചിട്ട് ആ ഒരു ബൗളിൽ പകുതിയോളം കളറിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടിയാണ് ആവശ്യം. അപ്പോൾ അരിപ്പൊടി കൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഇതുപോലത്തെ രണ്ട് കയ്യിൽ എടുത്തിട്ടുണ്ട് അരിപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇനി നമുക്ക് ഈ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ, ഈ ബീട്രൂട്ടിൻ്റെ വെള്ളം. അല്ലെങ്കിൽ നമുക്ക് സാധാ നോർമൽ വാട്ടറിലായാലും ഉണ്ടാക്കാം, വെള്ള കളറാവും ഉണ്ടാവുക. ഇതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള കളറിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കളറുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബീട്രൂട്ടിൻ്റെ കളർ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇനി നമുക്ക് ഒരു ചപ്പാത്തിക്ക് കുഴക്കുന്ന ഒരു പരുവുണ്ടല്ലോ, ആ പരുവത്തിലാക്കി എടുക്കുക. അതിന് ശേഷം നമ്മൾ കുഞ്ഞേ ബോളുകളാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ നമുക്കിത് പെരുന്നാൾക്കൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ്. പെരുന്നാൾക്കൊക്കെ നേർച്ചയായിട്ട് കിട്ടും ഈ ഒരു എരയും കുരു എന്ന് പറഞ്ഞത്. ഇതിലിപ്പോൾ നമുക്ക് ചെറുതായിട്ട് ചെറിയ ജീരകം ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മറ്റൊരു പണികൾ നടക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്കുള്ള മുട്ട പുഴുങ്ങാനായിട്ട് വെക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പറഞ്ഞല്ലോ പണ്ടെന്ന് പറഞ്ഞാൽ അധികം നാളൊന്നും ആയിട്ടില്ല. ഈ കൊറോണ വന്ന കാരണമാണ് നമുക്ക് ഈ ഒരു പെരുന്നാളും പലഹാരമൊക്കെ മിസ്സാവണത്. അതുകൊണ്ട് തന്നെ ഞാനിത് ഉണ്ടാക്കാണ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണമാണ് അവർ ചമ്പാച്ച പാപ്പം എന്നാണ് പറയണത്. അപ്പോൾ നമ്മളിവിടെ പറയുക എരയും കുരു എന്നാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ള കളറിൽ എര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ളു നമ്മുടെ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകമാണ് കേട്ടോ, പെരുംജീരകമല്ല, നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ നല്ലോണം നിന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് സാധാ നോർമൽ വാട്ടറാണ് കേട്ടോ, അത് കാരണം ഇത് വെള്ള കളർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ കുഴച്ചുണ്ടാക്കുക. നമ്മൾ ഇങ്ങനെ നീളത്തിലാണ് ഇത് ഏര ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൽ വെള്ളം കുറവാണ്, അത് കാരണം അത് പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കണമല്ലോ, ആ ഒരു പരുവത്തിലേക്ക് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് കൈവച്ച് കുഴച്ചെടുക്കാം. പള്ളി പെരുന്നാൾക്കൊക്കെ പോകുമ്പോൾ നല്ല ഉണ്ടാക്കി പ്രാക്ടീസുള്ള അമ്മച്ചിമാരും വലിയമ്മച്ചിമാരും ഒക്കെ ഇത് ഉണ്ടാക്കിയിട്ട് നേർച്ചയായിട്ട് നമ്മുടെ പള്ളിയിൽ കൊടുക്കും. അപ്പോൾ ആ ഒരു നേർച്ച കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊരു സന്തോഷമുള്ള ഒരു കാലമായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നമ്മുടെ മക്കൾക്ക് കൊടുക്കാമെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ആണെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരിടയ്ക്കിടയ്ക്ക് പറയും ചമ്പാച്ചൻ്റെ പാപ്പ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്നാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കിക്കോളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാട്ടോ. അതെപ്പോഴും ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു നോക്കണം. അപ്പം ഇതുപോലെ ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് ഷേപ്പ് നല്ലൊരു ഭംഗിയിൽ ഒന്ന് ആക്കി എടുക്കണം കേട്ടോ. അപ്പം ഞാനത്ര വലിയ ഭംഗിയിലാക്കണില്ല എങ്കിലും ഒരു വിധത്തിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട്, നീളത്തിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാ ബോളുകളും ആക്കുക. അതുപോലെ നീളത്തിലുള്ളത് ഏറെ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു നമ്മുടെ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്, അതിൽ ആവി കയറ്റാനായിട്ട് പോവാണ് കേട്ടോ. ഈ ഒരു ബോളുകളൊക്കെ ചെറിയ ബോളുകളാക്കിയത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏര റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുത്ത് നല്ലോണം നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനിപ്പോൾ വെന്തോന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും ഇത് വെന്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തിയാണ് കേട്ടോ, വേറെ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല.
ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതെ ഇതുപോലെ നല്ലോണം വെന്തിട്ടുണ്ടാവും. ആ ഒരു പിങ്ക് കളറൊക്കെ മാറിയിട്ട് ഒരു കാപ്പി കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മക്കൾക്ക് കൊടുക്കണം. അവർക്ക് ഇഷ്ടമായിട്ടുണ്ട്. അവർ പിന്നെ നല്ല ചൂടുണ്ട്, അത് ചൂടോട് കൂടിയിട്ടാണ് കഴിക്കാൻ കൊടുക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് കൂട്ടുവാനുള്ളത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ചൂടാറിയത് തന്നെ അറിയുള്ളൂ. പിന്നെ വേഗം അത് കഴിച്ചിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അത് കഴിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. ഈ ഒരു കളർ വേണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളറൊക്കെ ചേർത്ത് കളറോട് കൂടിയിട്ട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വേഗം കഴിച്ചോളും. അപ്പോൾ നമ്മുടെ ഇര കണ്ടില്ലേ, അതങ്ങോട്ട് വെച്ച് കൊടുത്തപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.